പരാതിയുമായി മുന്നോട്ട് വന്ന ശ്രീ ടി പി ഇബ്രാഹിം ഖാൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ. ശ്രീ ഇബ്രാഹിം ഖാൻ, കഴിഞ്ഞ 14 വർഷമായി തുടരുന്ന ഇങ്ങനെ ഒരു പ്രോസ്പെക്ടസ് മാറ്റാൻ എന്താണ് സർക്കാരിന് ഉണ്ടായത് എന്നാണ് കോടതി ചോദിച്ചത്. സർക്കാർ പറഞ്ഞത് ഇത് നല്ല മാറ്റം, കേരള സിലബസിലെയും CBSE-ലെയും ഒക്കെ കുട്ടികൾക്ക് ഒരേ പരിഗണന കിട്ടുന്ന നിലയിൽ ഒരു നല്ല മാറ്റമാണ് ഉദ്ദേശിച്ചതെന്നാണ്. പക്ഷേ കാര്യങ്ങൾ മൊത്തത്തിൽ അവതാളത്തിലായിരിക്കുന്നു ശ്രീ ഇബ്രാഹിം ഖാൻ. അതായത് ഇത് അവതാളത്തിലല്ല, അർഹിക്കുന്ന കുട്ടികൾക്ക് അർഹതയുടെ അംഗീകാരം കിട്ടിയിരിക്കുന്നു. കാരണം ഈ പബ്ലിക് പരീക്ഷകൾ അല്ലെങ്കിൽ പൊതുപരീക്ഷകൾ എന്ന് പറയുന്നത് ഈ ഓരോ കോഴ്സിലേക്ക് നടത്തുന്നതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. അതനുസരിച്ച് കുട്ടികൾ അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തി പരീക്ഷയിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം ഈ പരീക്ഷകളിൽ പങ്കെടുക്കുന്ന CBSE, ICSE വിദ്യാർത്ഥികളുടെ എണ്ണം ആകെ ഉള്ളതിന്റെ 10%, 15% താഴെയായിരുന്നു. എന്നാൽ റിസൾട്ട് വരുമ്പോൾ 70% സീറ്റ് കരസ്ഥമാക്കുന്നത് ഈ വിദ്യാർത്ഥികളാണ്. ആരുടെ ഔദാര്യം കൊണ്ടല്ല, അവരുടെ അർഹതയുടെ അംഗീകാരം കൊണ്ടാണ്. അങ്ങനെ ഉള്ള ഒരു വ്യവസ്ഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യവസ്ഥ അനുസരിച്ച് ഒരിക്കൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാറ്റം വരുത്തി ഈ അർഹത നേടിയ കുട്ടികളെ അവരുടെ എല്ലാ ജീവിതത്തിലും നിരാശപ്പെടുത്തിക്കൊണ്ട് അവരുടെ റാങ്ക് കളഞ്ഞാൽ ഏറ്റവും വലിയ അനീതിയാണ്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതിയിൽ നിന്ന് വ്യക്തമായ നീതി അവർക്ക് കിട്ടിയിരിക്കുന്നു. അത് മാത്രമാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ശരി, ഒരു കാര്യം ശ്രീ ഇബ്രാഹിം ഖാൻ, ഇപ്പൊ അങ്ങടക്കം പരാതി കൊടുത്തതാണ്, അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. ഓക്കെ, പക്ഷേ ഈ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു രീതി അത് തെറ്റായ രീതിയിൽ എന്നാണോ അങ്ങേക്ക് തോന്നുന്നത്, അതോ അതിന്റെ ഒരു സമയം കൃത്യമായില്ല എന്നാണോ, അതോ അത് പാടില്ല, പഴയ പ്രോസ്പെക്ടസ് വികാരം തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണോ താങ്കളുടെ? അതായത് ഈ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നത് സമയബന്ധിതമായിട്ടാണ്. സമയം പരമപ്രധാനമാണ്. ഒരു പ്രോസ്പെക്റ്റിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞ് അവർക്ക് റാങ്ക് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ കിട്ടാൻ പോകുമ്പോൾ ഒരുങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു പുതിയ മാനദണ്ഡം കൊണ്ടുവന്നിട്ട് ഈ റാങ്കിലുള്ളവരുടെ എല്ലാം റാങ്ക് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് താഴെയാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നാൽ ആ വിദ്യാർത്ഥികൾ ചെയ്യുന്ന അനീതി എത്ര ഭയങ്കരമാണ്. ഇതിപ്പോ എവിടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചതോ CBSE സിലബസോ എന്ന് വല്ല വ്യത്യാസം നോക്കണ്ട. ആരാണെങ്കിലും ആ പരീക്ഷ എഴുതി വിജയിച്ച് റാങ്ക് നേടിക്കഴിഞ്ഞാൽ അത് ഒരിക്കൽ ഒരു പ്രത്യേകമായ ന്യായമോ നീതിയോ ഇല്ലാതെ സമയം കഴിഞ്ഞിട്ട് ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ല. കോടതി യഥാർത്ഥത്തിൽ ആ നീതി കണ്ടെത്തിക്കൊണ്ടാണ് ആ ബദൽ അസ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ ടി പി ഇബ്രാഹിം ഖാൻ പ്രതികരണം അറിയിച്ച.